തീർച്ചയായും എനിക്കെതിരെ ഒരു വെല്ലുവിളി ഉണ്ടാകുന്ന ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാകും ഹല്ലേലൂയ. ഇതെല്ലാം ഈ ഭൂമിയുടെ സംഭാവനയാണ് ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ഏതൊരു ദുഃഖ അവസ്ഥയിലായിരുന്നാലും എന്റെ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ സ്വഭാവം നോക്കി ആ ശമൂവേൽ അഭിഷക്ത ദാസൻ വളരെ ദുഃഖിച്ചിട്ടുണ്ട്. ദൈവം എന്ന് പറയാം, അദ്ദേഹത്തിന് ആരാധന കൊടുക്കുന്ന ആരെങ്കിലും, അദ്ദേഹത്തിന് ആശ്വാസവാക്ക് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ജനത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം താൻ കേട്ടിട്ട് ദൈവത്തോട് പറഞ്ഞിട്ട് ജനത്തിന് വേണ്ടി ഒരു രാജാവിനെ അഭിഷേകം ചെയ്തു. അപ്പൊ തന്റെ അടുക്കൽ ആവലാതി കൊണ്ട് വരുന്ന ആൾക്കാരുടെ എല്ലാം കണ്ണുനീർ തുടയ്ക്കുന്നതായ ഒരു ദൈവദാസൻ ഹല്ലേലൂയ. രാജാവിന്റെ വിഷയങ്ങളെല്ലാം അത് ഹല്ലേലൂയ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവാചകൻ ഹല്ലേലൂയ. ഇപ്പൊ അദ്ദേഹത്തിന്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ആരുമില്ല സഹായിക്കാനായിട്ട്, ഒരു മനുഷ്യനില്ല സഹായിക്കാനായിട്ട് ഹല്ലേലൂയ. ദൈവമക്കളെ, അത് നമുക്ക് ഹല്ലേലൂയ സ്വന്തമല്ല, പ്രാർത്ഥനയ്ക്കും യോഗങ്ങൾക്കും ഒക്കെ ആൾക്കാരാണ്. നമ്മുടെ വ്യക്തിപരമായി നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന വിഷയങ്ങൾ ആരെയും അറിയില്ല ഹല്ലേലൂയ. അവിടെയും ഹല്ലേലൂയ നാം ദൈവത്തിന് മുമ്പാകെ അത് മുട്ടുമടക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മൾ നേരിട്ട് ഇടപെടും. ഹല്ലേലൂയ. നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നീ ഒരു കാര്യം ചെയ്യണം, നീ എഴുന്നേൽക്കുക. നീ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? മുമ്പിൽ തൈലം നിറയ്ക്കണം. ദൈവമക്കളെ ഹല്ലേലൂയ. അത് ശൗലിനോട് അല്ലെങ്കിൽ അത് ദാവീദിനോടുള്ള ബന്ധത്തിലുള്ള അഭിഷേകത്തിന് വേണ്ടിയുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ള. ദൈവമക്കളെ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ശക്തമായിട്ട് പ്രാർത്ഥനയിലായിരുന്നാലും ശരി, ക്രിസ്തീയ ജീവിതത്തിലായിരുന്നാലും ശരി, ശുശ്രൂഷയിലായിരുന്നാലും ശരി ഹല്ലേലൂയ, ഈ തൈലം നമ്മുടെ ജീവിതത്തിൽ പകരണം ഹല്ലേലൂയ. എന്തെങ്കിലും പകരണം ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? മുമ്പിൽ തൈലം നിറച്ച് ദൈവത്തിന് മക്കളെ ഈ അന്ത്യകാലത്ത് അത് ദൈവത്തിന് വേണ്ടി നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സമ്പൂർണ്ണമായ അഭിഷേകത്തിന്റെ ശക്തിയിൽ നാം അത് ഹല്ലേലൂയ മുന്നേറണം. ദൈവമക്കളെ ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ അഭിഷേകത്തിന്റെ ശക്തിയുടെ മുമ്പിൽ മാത്രമേ ഹല്ലേലൂയ അവന്റെ ആയുധങ്ങൾ അടിയറ വെക്കുകയുള്ളൂ. നമ്മുടെ പ്രസംഗത്തിന്റെ മുമ്പിൽ അത് ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അല്ല ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ. ദൈവമക്കളുടെ മേൽ പകർന്നിരിക്കുന്നതായ ആ അനോയിന്റ്മെന്റ് ദൈവികമായ ആ അധികാരത്തിന്റെയും അഭിഷേകത്തിന്റെയും മുമ്പിൽ പിശാചിനറിയോ ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ അവന്റെ ആയുധമല്ല താഴെ വെക്കും ഹല്ലേലൂയ. ആ പിശാചിന്റെ ആയുധവും ദൈവിക അഭിഷേകമുള്ള പൈതലിന്റെ മേൽ അത് ഹല്ലേലൂയ ഒന്നും ഫലിക്കുകയില്ല. ദൈവമക്കളെ, ഈ പ്രാർത്ഥന എന്താണ്? നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആത്മനിറവോടെ ദൈവ ഇഷ്ടമാണ് നമ്മൾ പ്രാർത്ഥിക്കും ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദേശത്തിന് വിടുതലുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ, ഇന്നലെയോ അല്ലെ കഴിഞ്ഞ നിമിഷം വരെ ഉണ്ടായിരുന്ന ആ അഭിഷേകമല്ല, പുത്തൻ അഭിഷേകം, പുതിയ കൃപകൾ, ആത്മാവിന്റെ പുതിയ ബലം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതായി തീരണം ഹല്ലേലൂയ. വെളിപ്പാടിൽ പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ തരണം ഹല്ലേലൂയ. ആ ആത്മാവിൽ പ്രാർത്ഥിക്കണം, നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഈ നാളുകളിൽ വെളിപ്പാടിൽ പ്രാർത്ഥിക്കണം ദൈവമക്കളെ ഹല്ലേലൂയ. ഞാൻ പോകുന്നില്ല, വചനം അറിയാവുന്നവരാണ് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ. വെളിപ്പാട് കർത്താവേ അത് ഹല്ലേലൂയ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരണമെന്ന് നമ്മൾ ഈ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രത്യേകം വ്യക്തിപരമായ സ്വസ്ഥതകൾ നമുക്ക് നമ്മൾ സമൂഹമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വെളിപ്പാടുള്ള പ്രാർത്ഥന ലഭിക്കുമ്പോൾ നമ്മളെന്തറിയോ ഹല്ലേലൂയ ദൈവം അങ്ങോട്ട് അയക്കും ഹല്ലേലൂയ. മനസ്സിലായോ ഹല്ലേലൂയ? ഞാൻ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞത് ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന പ്രസംഗം മാത്രമല്ല, പ്രാർത്ഥനയും ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദേശത്തിനുവേണ്ടി ഇടിവിൽ നിൽക്കാനുള്ള ദൈവത്തിന്റെ അത് ഇഷ്ടമാണ് ഹല്ലേലൂയ. അങ്ങനെ ഇടിവിൽ നിൽക്കുന്ന ഹല്ലേലൂയ അഭിഷേകത്തോടെ നാം മുന്നേറുമ്പോൾ ഹല്ലേലൂയ ദൈവമായ കർത്താവ് ഹല്ലേലൂയ ശത്രുവിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നാം അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഹല്ലേലൂയ അത് ഹല്ലേലൂയ അന്യഭാഷ എന്ന അഭിഷേകം മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ. അന്യഭാഷയോ ആത്മാവിനുള്ളതായ ആരാധന മാത്രമല്ല ഈ നാൾ നമുക്ക് വേണ്ടത് ഹല്ലേലൂയ. വെളിപ്പാടോടും ദർശനത്തോടും കൂടി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതായ ആ അഭിഷേകത്തിന്റെ ശക്തി ഈ പ്രാർത്ഥനയിൽ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുമെങ്കിൽ ദൈവം നമ്മുടെ താല്പര്യത്തെയും ദൈവം മാനിക്കുന്ന കർത്താവാണ് ഹല്ലേലൂയ. ആ ദൈവമായ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കണം. ഈ നാളിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യോഹനയ്ക്ക് ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിലും തന്റെ ഇഷ്ടം നടക്കണമെന്ന് ആഗ്രഹമാണ്. അത് മുഖാന്തരമായിട്ട് എന്തെല്ലാം വേദനകളും പ്രയാസങ്ങളും ഉണ്ടായ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ നമ്മുടെ സ്വാർത്ഥതകളെ വെടിഞ്ഞുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുവാനായി കർത്താവേ എന്നെ പഠിപ്പിക്കണമേ, എനിക്ക് അതിനായിട്ട് ഹല്ലേലൂയ ദൈവമായ കർത്താവേ ദർശനങ്ങൾ വെളിപ്പാടുകൾ നൽകണമേ ചോദിക്കാം. തീർച്ചയായിട്ടും ഈ നാൾ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. അതിനായിട്ട് എന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ച ദേവദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം താഴെ